ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ അടിപൊളി ഒരു ബനാന കേക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലുള്ള ഒരു പ്രശ്നമായിരിക്കും ഈ പഴം ഇരുന്ന് ഇങ്ങനെ കറുത്ത് പോയിട്ട് നമ്മളതെടുത്ത് ഡസ്റ്റ്ബിന്നിൽ കളയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നല്ല ടേസ്റ്റി ആയ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം. അതുകൊണ്ട് ഇപ്പോൾ 4 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം പഴുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഫിലിപ്പിനോ ബനാനയാണ്. നാട്ടിൽ നമുക്ക് കിട്ടുന്ന റോബസ്റ്റ പഴമില്ലേ, അതായിരിക്കും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് മിക്സിയുടെ ജാറിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്ക് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് പിന്നെ സിന്നമൺ പൗഡർ നമ്മളൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ജസ്റ്റ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. പിന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡർ അത് 1 ടീസ്പൂൺ. അത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ അരിച്ചെടുക്കണേ. ഇതിപ്പോൾ 4 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ളതാണേ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷുഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അധികം മധുരം നമ്മൾ ചേർക്കുന്നില്ല, കാരണം പഴത്തിന് ആവശ്യത്തിന് മധുരം ഉണ്ടല്ലോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയേ. നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മൈദയുടെ കൂട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് വേണം ബീറ്റ് ചെയ്യാനേ. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ എക്സ്ട്രാ ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം പഴത്തിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാവേ. ഇതിപ്പോൾ കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഓവൻ ഒരു 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ടിന്നിൽ നമ്മൾ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മൈദയും കൂടി ഇങ്ങനെ ഒന്ന് തൂളി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. നമ്മൾ ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാത്രത്തിൻ്റെ ഒരു പകുതി വരെ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ബേക്കായി വരുമ്പോൾ മുഴുവൻ പൊങ്ങിയിട്ട് പുറത്തേക്ക് പോവേ. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് പതുക്കെ തട്ടി അതിലെന്തെങ്കിലും എയറൊക്കെ ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 35 മിനിറ്റാണ് ഇപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുക്കായോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു ടൂത്ത് പിക്കോ ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് കുക്കായിട്ടുണ്ടേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.